ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജർമ്മനി ഹാനോവറിൽ നിന്നും എയർപോർട്ടിൽ നിന്ന് DHLൻ്റെ പാഴ്സലുമായി ബെൽജിയം ബ്രസൽസ് എയർപോർട്ടിൽ അൺലോഡിങ് കഴിഞ്ഞു. രാവിലെ 7 മണിയോടുകൂടി നമ്മളവിടെ എത്തി. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാണ്ടായിരുന്നു. കുറേ പ്രൊസീജിയറുണ്ട്. എയർപോർട്ട് ആയതുകൊണ്ട് കാർഗോ സെക്ഷൻ ആയിരുന്നു. അപ്പോഴവിടെ നമ്മൾ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സജീവനും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 7 മണിക്ക് എത്തി. ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം അൺലോഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ തിരയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ സമർപ്പിക്കുന്നത്. ഇവിടെ ഞായറാഴ്ചയും ശനിയാഴ്ചയും വീക്കെൻഡാണ്, 2 ദിവസം അവധിയാണ്. അതുകൊണ്ട് എല്ലാ പാർക്കിങ്ങും ഫുള്ളായിരിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ളവർ അതാത് പാർക്കിങ്ങിൽ വന്ന് ഫുള്ളായിരിക്കും. അതുകൊണ്ട് നമ്മൾ 2-3 സ്ഥലത്ത് കയറി, പക്ഷേ കിട്ടിയില്ല. നമ്മൾ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഓടി വേറൊരു നമ്മൾ സ്ഥിരം ബെൽജിയത്ത് വരുമ്പോൾ നമ്മൾ തങ്ങാറുള്ള ഒരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സജീവ് ശിഷ്യനും കൂടി മുമ്പേ പോവുകയാണ്. അതിൻ്റെ ബാക്ക് ഞാനും എൻ്റെ സുഹൃത്ത് റിജോയും ഇങ്ങനെ അതിൻ്റെ ബാക്ക് ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോൾ 2-3 പാർക്കിങ് നോക്കി കിട്ടിയില്ല. അപ്പോൾ നമ്മളെ ലക്ഷ്യം, നമ്മൾ ബെൽജിയത്ത് വരുമ്പോൾ സ്ഥിരം തങ്ങുന്ന ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ലക്ഷ്യമാക്കി സജീവ് മുന്നേറുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഞാനും റിജോയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ്, ഏകദേശം ഒരു 10 മണി സമയമാണ്. ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. നല്ല ചെറിയ ഇളം വെയിലും കൂടെ അടിക്കുമ്പോൾ നല്ല ഒരു രസം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോയി പാർക്കിങ്ങിൽ പോകുന്നു. നമ്മളവിടെ പാർക്കിങ്ങിൽ ഇന്ന് വീക്കെൻഡ് 45 മണിക്കൂർ വീക്കെൻഡ് അടിക്കും. അവിടെയാണ് നമ്മളെ സ്റ്റേ. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അവിടെ എത്തിയതിന് ശേഷം അതും വീഡിയോ എടുത്ത് നിങ്ങളിൽ എത്തിക്കും. അപ്പോൾ സജീവ് ഇങ്ങനെ അടുത്ത പാർക്കിങ് നോക്കി വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിസുന്ദരമായ ഒരു സ്ഥലമാണ് ബെൽജിയം എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ബ്രസൽസിലാണുള്ളത്. ബ്രസൽസ് ടൗണിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ടൗണിലെ ഹൈവേ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാളെ എനിക്കിനി അടുത്ത ലോഡുള്ളത് തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ്. ബ്രസൽസിലാണ്. ബ്രസൽസിൽ നിന്ന് ലോഡെടുത്ത് ഫ്രാൻസിലെ ഹംബാച്ചിലാണ് നമുക്ക് ഇറക്കാനുള്ളത്. ഇനി അതെന്ന് പറയാൻ ഏകദേശം 45 മണിക്കൂർ റെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഏതെങ്കിലും പാർക്കിങ്ങിന് സേഫായിട്ട് പാർക്ക് ചെയ്ത് അവിടെ ഒരു 45 മണിക്കൂർ റെസ്റ്റ് അടിക്കണം. നമ്മൾ സേഫ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിൽ നിന്ന് നമുക്ക് വണ്ടി നമ്മളെ ട്രക്ക് മുമ്പോട്ടോ ബാക്കിലോട്ടോ മാറ്റാൻ കഴിയില്ല. എങ്കിൽ നമ്മളെ റെസ്റ്റ് ഔട്ടാവും. അതുകൊണ്ട് സേഫായിട്ട് പാർക്കിങ്ങിൽ മാത്രമേ നമുക്ക് വണ്ടി ഈ ട്രക്കിനെ ഒതുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് നോക്കി പോവുകയാണ്.
അവസാനം നമ്മൾ സേഫായിട്ടുള്ളൊരു പാർക്കിങ് കണ്ടെത്തി. ഇതാണ് നമ്മൾ ബെൽജിയത്ത് വരുമ്പോൾ സ്ഥിരം പാർക്ക് ചെയ്യുന്ന KFC പാർക്കിംഗ് ഏരിയ. അവിടെ ഏകദേശം ഒരു 30 കിലോമീറ്റർ നമ്മൾ ഓടിയ ശേഷം അവിടെ എത്തി. ഇനി ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യണം. ഇവിടെ ആവുമ്പോൾ നമുക്ക് കുളിക്കുവാനും നമുക്ക് ടോയ്ലറ്റിൽ പോകാനും നമുക്ക് ഫുഡ് വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കുവാനും ഉള്ള നല്ലൊരു സ്ഥലമാണ് ഈ പാർക്കിംഗ് ഏരിയ. അപ്പോൾ അവിടെ അവസാനം അവിടെ എത്തി. ഇനിയിപ്പോഴും ഇവിടെ സേഫായിട്ട് എവിടെയെങ്കിലും നമ്മൾ പാർക്ക് ചെയ്യും. എന്നിട്ട് 45 മണിക്കൂർ നമ്മൾ റെസ്റ്റാണ്. അതിനുശേഷം തിങ്കളാഴ്ച മാത്രമേ നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ ഓഡി ബ്രസൽസിലോട്ട് പോവുകയുള്ളൂ. ഏകദേശം അതൊരു 15 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്നും നമ്മുടെ ഓഡി ബ്രസൽസിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ നിർദ്ദേശങ്ങൾ കമൻസ് ആയിട്ടിടുക. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, താങ്ക് യു.